ഈ മുസ്ലിം പൂർണ്ണമായും ബി.ജെ.പി. വിരുദ്ധമാണ് എന്ന് പറയുന്നത് ഒരു പഴകി ദ്രവിച്ച കാടാണ്. ഞങ്ങൾ എല്ലാവരും രാഷ്ട്രീയമായി മറ്റുള്ള പാർട്ടിക്കാരെയും മറ്റുള്ള എല്ലാവരെയും കാണുമ്പോൾ മുസ്ലിം മതവിഭാഗത്തിലെ പ്രത്യേകിച്ച് നഗരങ്ങളിലെ കുറച്ചുകൂടി വിദ്യാസമ്പന്നരായ, കുറച്ചുകൂടി രാഷ്ട്രീയ ബോധമുള്ള, കുറച്ചുകൂടി ലോകങ്ങളെ കണ്ട് വളർന്ന ഒരു ജനത, പ്രത്യേകിച്ച് അതിലെ സ്ത്രീകൾ മുത്തലാഖ് വിഷയത്തോടുകൂടി നരേന്ദ്രമോദിയോട് ഏറ്റവും നല്ല സമീപനമാണ് മാറി വരുന്നത്. ബി.ജെ.പി. പ്രവർത്തകർ ചില വീടുകളിൽ കയറിയില്ലെങ്കിൽ വിളിച്ചു കയറ്റിക്കൊണ്ട് അവരുടെ നോട്ടീസ് വാങ്ങിക്കുകയും നരേന്ദ്രമോദിക്ക് അനുകൂലമായി പല കാര്യങ്ങളും ഈ മുസ്ലിം സ്ത്രീകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഹജ്ജ് കോട്ട ഏറ്റവും കൂടുതൽ കൂട്ടിയതും ഹജ്ജ് യാത്ര ചെയ്യുവാനായിട്ട് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാനുള്ള അനുവാദം കൊടുത്തത് അടക്കം കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും ശക്തരായ വനിതാ വിഭാഗവും ബി.ജെ.പിക്ക് അനുകൂലമായി ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, ഇപ്പോൾ കാണിക്കുന്നത് പോലെ മാനിഫെസ്റ്റോയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, മണിപ്പൂർ കലാപം എന്നത് അത് എത്നിക് കോൺഫ്ലിക്റ്റ് ആണ്, അത് വംശീയ കലാപമാണ് എന്ന് ഈ CPM-ൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷേ നിരന്തരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അത് അവിടുത്തെ കർദിനാൾമാരും ബിഷപ്പുമാരും നിരന്തരം ഇതൊരു വംശീയ കലാപമാണ് എന്ന് പറഞ്ഞിട്ടും മണിപ്പൂരിൽ 244ഓളം ക്രിസ്ത്യൻ ചർച്ചുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ 393 ഹൈന്ദവ ദേവാലയങ്ങൾ തകർത്തിട്ടുണ്ട് എന്ന ചരിത്രം മറച്ചു വെച്ചുകൊണ്ട് അതൊരു വംശീയ കലാപമല്ല, വർഗീയ ലഹളയാണെന്നും ചിലവരൊക്കെ പറഞ്ഞു വരുന്നത് RSSും BJPയും നടത്തുന്ന കലാപങ്ങളാണെന്നും പറയുന്നു. നോക്കൂ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് സ്വന്തം മാനിഫെസ്റ്റോ മറച്ചു പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം മാനിഫെസ്റ്റോ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിങ്ങൾ ഒന്നല്ലെങ്കിൽ പറയണം നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് തെറ്റാണ്, ഇത് എത്നിക് കലാപമാണ്, ഇതൊരു എത്നിക് കോൺഫ്ലിക്റ്റ് ആണ്, ഇതൊരു വംശീയ കലാപമാണ് എന്ന് ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ മാപ്പ് പറയുന്നു. ഈ കേരളത്തിൽ തെരുവുതോറും പ്രസംഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തൊട്ട് കേരളത്തിലെ ഓരോ ബൂത്ത് സെക്രട്ടറി വരെ ഇതൊരു വർഗീയ കലാപമാണ്, മതപരമായ കലാപമാണ്, RSSും BJPയും നടത്തിയ കലാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും അതുപോലെ തന്നെ പരിസരങ്ങളിലും നടത്തിയ വലിയ തെറ്റായ ഒരു പ്രചരണം, അത് തെറ്റാണ്, മാറിപ്പോയി എന്ന് പറയുവാൻ തയ്യാറാവണം. അതല്ലെങ്കിൽ മാനിഫെസ്റ്റോ തെറ്റാണെന്ന് പറയാൻ തയ്യാറാവണം. ഏതായാലും ക്രിസ്ത്യൻ യുവജനങ്ങൾ, പ്രത്യേകിച്ച് വളരെ വിദ്യാസമ്പന്നരായ ക്രിസ്ത്യൻ സമൂഹം ഇത് മനസ്സിലാക്കിയിരിക്കുന്നു. ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചുടയ്ക്കുന്നു, സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കി അവർ തിരിഞ്ഞുടയ്ക്കുന്നു. അതുകൊണ്ട് ഇരു മുന്നണികളും രണ്ട് ന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ പക്കലാക്കാൻ ശ്രമിച്ച എല്ലാ ഇതുങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഒരു സംശയവുമില്ല, ഈ മുസ്ലിം ജനവിഭാഗവും യഥാർത്ഥത്തിൽ ആരാണ് തങ്ങളെ സഹായിക്കുന്നത്, തങ്ങളെ ഒരു വോട്ട് ബാങ്ക് ആയിക്കൊണ്ട്, ഇതുവരെ സച്ചാർ കമ്മിറ്റിയൊക്കെ പറഞ്ഞ പ്രകാരം 70 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം ഇത്രയേറെ ഒരു തകർന്നതും അല്ലെങ്കിൽ ഇത്രയേറെ ഒരു സാമ്പത്തികമായി പരാജയപ്പെട്ടതും എന്ന് മനസ്സിലാക്കി ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എത്രയോ വികസന പ്രവർത്തനങ്ങൾ ഈ പറയുന്ന മതന്യൂനപക്ഷങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് നൽകി എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ദേശീയ ജനവിഭാഗവുമായി ഒന്നു ചേർന്നുകൊണ്ട് അവർ വളരാൻ ശ്രമിക്കുന്നു, അവർ കൂടെ നിൽക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഒരു സംശയവുമില്ല, ഇരു മുന്നണികളോടും ഈ മതന്യൂനപക്ഷങ്ങൾക്ക് കൃത്യമായ അകൽച്ച ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പല ബിഷപ്പുമാരും കർദിനാൾമാരും ഇന്ന് BJP നേതാക്കളെ കാണുകയും അവർക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നത്. ഒരു സംശയവുമില്ല, ക്രിസ്ത്യൻ മതവിഭാഗത്തിന് മണിപ്പൂർ വിഷയം പറഞ്ഞ് ഭയപ്പെടുത്താൻ ഇരു മുന്നണികൾക്കും സാധ്യമല്ല.